ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 2025 മോഡൽ ചേതക്കിൻ്റെ റിവ്യൂ, അതുപോലെ ഫുൾ ചാർജിൽ ഇത് എത്ര കിലോമീറ്റർ ഓടുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ വല്ലാണ്ട് പറഞ്ഞ് നീട്ടണമൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ വീഡിയോ പോകുന്ന തൊട്ട് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കണ്ട ബെല്ലേക്ക് കൂടി ഉള്ള സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പുറം മീൻസ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചിട്ട് നോക്കാം. മീൻസ് എന്താ പറയുക, ഇത് മെറ്റലാണ്, ഫുൾ ബോഡി പാർട്സ് എന്താ പറയുക, ഫൈബറൊന്നുമല്ല, ഫുൾ മെറ്റലാണ്. ഫുള്ള് എല്ലാ ബോഡിയും ഈ സാധനം ഫുള്ള് മെറ്റലാണ്. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സാധനം അടക്കം എന്താ പറയുക മെറ്റലായിട്ട് തന്നെ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഏകദേശം കമ്പനി പറയുന്നത് 150 കിലോമീറ്ററൊക്കെ ഓടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ എന്തായാലും നമുക്ക് എന്താക്കുക ഇത് യൂസ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക 100 കിലോമീറ്റർ കിട്ടും. പിന്നെ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യണമല്ലോ. അതേമാതിരി ഡെയിലി ഒരു 10, 40, 50 കിലോമീറ്റർ ഡെയിലി ഓടുന്നവരാണെങ്കിൽ മാത്രം എന്താക്കിയാൽ മതി ഈ ഒരു വണ്ടി എടുക്കാൻ പോയാൽ മതി. അല്ലാണ്ട് ചുമ്മാ എന്താ പറയുക ഓടാതെ വീട്ടിലിടാൻ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നത് ഒരിക്കലും എടുക്കരുത്. കാരണം ഇതിൻ്റെ ബാറ്ററി കുറച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ ബാധിക്കും. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പെട്രോളിൻ്റെ പൈസ എന്താക്കുക ഈ ഒരു വണ്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറണ്ട് ബില്ല് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വരുള്ളൂ. മീൻസ് പെട്രോൾ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ബില്ല് വല്ലാണ്ടൊന്നും വരില്ല. ഇപ്പോൾ വരുന്ന ബില്ലിനെക്കാട്ടി കുറച്ച് ഒരു 700 ടു ആ ലെവലിക്ക് കുറച്ച് കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിൽ ഏറ്റവും ബെറ്റർ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ചേതക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങൾക്കറിയാം എന്താ പറയുക, വേറെയുള്ള വണ്ടി വെച്ച് നോക്കുകയാണ് ഓല, ഏതർ, അങ്ങനത്തെ കുറേ കമ്പനികളുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ചേതക്ക്. ഞാൻ പറയും ഏറ്റവും ബെസ്റ്റാണ് ചേതക്ക്, വീണ്ടും ഞാൻ പറയും ഏറ്റവും ബെസ്റ്റാണ് ചേതക്ക്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻസ് കുറവാണ്, അതുപോലെ പെർഫോമൻസ് ആണെങ്കിലും പക്ക വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസും സെറ്റാണ്. അതേമാതിരി എല്ലാ കാര്യവും നോക്കുകയാണെങ്കിൽ ഓക്കെ. ബാഡായിട്ട് ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ 1 ഇയർ ഈ സംഭവം യൂസ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി ഏകദേശം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ബാഡായിട്ട് ഒന്നും പറയാനില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അല്ലാണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, എന്താ പറയുക, ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക പെർഫോമൻസ് അടക്കം. ഞാൻ ചുമ്മാ തള്ളി വിടുകയല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ മതി. എനിക്ക് ഈ വണ്ടിനെ കുറിച്ചിട്ട് എന്താ പറയുക കാര്യം മാത്രം പറഞ്ഞാൽ ഒരിക്കലും വേറൊരു കാര്യം എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് ഈ ഒരു വണ്ടി എപ്പോഴും പക്ക. മീൻസ് ഞാൻ ഇത് 1 ഇയർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പൊക്കി പറയുമെന്നല്ല. ഏതർ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്, ഓലയും ഓടിച്ചു നോക്കിയിട്ടുണ്ട്, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മീൻസ് സ്പീഡും കാര്യമൊക്കെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും എന്താ പറയുക ഏതറൊക്കെ നല്ല ടോപ്പ് സ്പീഡ് കയറും. അതിനനുസരിച്ചുള്ള എന്താ പറയുക ഇതുമുണ്ട്. എന്താ പറയുക CC എന്ന് പറഞ്ഞ പോലെ 450 ഇത് പവറും കാര്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താവില്ല, ചടക്കൂല. ആ ഒരു കാര്യം പറയാം, ചടക്കൂല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വേറെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ സർവീസ് ആണെങ്കിലും അതുപോലെ കംപ്ലയിൻസ് വെച്ച് നോക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു വണ്ടി എപ്പോഴും ടോപ്പാണ്. വേറെയുള്ള വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കംപ്ലയിൻ്റാണ് വേറെയുള്ള എല്ലാ വണ്ടികൾക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ പക്കയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന 2 മോഡ്സാണ്, ഒന്ന് എക്കോ മോഡും ആൻഡ് സ്പോർട്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ടോപ്പ് വേരിയൻറ്റിനകത്ത് മാത്രമേ ഈ സംഭവം വരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ഇപ്പോൾ ഇത് പോണ എക്കോ അതിലാണ് പോണത്. ഇനി വരുന്നത് സ്പോർട്സാണ്. സ്പോർട്സ് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, സ്പോർട്സിലോട്ട് ഇട്ടിട്ടുണ്ട്. സ്പോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മോഡുള്ള വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എക്കോയിൽ 50 മാത്രമേ ഓടുള്ളൂ. സ്പോർട്സ് കിട്ടി കഴിഞ്ഞാൽ 50ൻ്റെ മേലിലോട്ട് കയറുള്ളൂ. ഏറ്റവും നല്ലത് 50 പോകുന്ന 50-60 ലെവലിലേക്ക് ഇത് സ്പോർട്സ് ഇട്ടിട്ട് ഒരു 50-60 ആ ഒരു ലെവലിലേക്ക് എന്താക്കുക പോവാം. ആ കാര്യം എന്താ പറയുക അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലോങ് നല്ല കിലോമീറ്ററും കാര്യം കിട്ടും. അല്ലാണ്ട് ഇതിൽ എന്താ പറയുക സ്പോർട്സിലിട്ടിട്ട് പക്ക വണ്ടി പിടിച്ചിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സംഭവം കിട്ടില്ല. ഞാൻ പറയാം, വണ്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കുമ്പോൾ. നിങ്ങളിത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നേരെ പോയി എടുത്തിട്ട് 100 കിലോമീറ്റർ കിട്ടും അതൊക്കെ എടുക്കാറുണ്ട് എടുത്തിട്ട്
നിങ്ങൾ ഈ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടിട്ട് ഒറ്റ ഒരു പോക്ക് 60 80 പോയിട്ട് 80 സ്പീഡിലൊക്കെ പോയിട്ട് ഇതിൽ എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് പറയരുത് ഇത് 100 കിലോമീറ്റർ ഒന്നും കിട്ടുന്നില്ല ബ്രോ വീഡിയോ ഇട്ട് ചാമ്പിന്നൊന്നും ഒരിക്കലും പറയരുത്. ഞാൻ പറഞ്ഞുതരാം, ഇതിന് ഒരു 50 to 60 ആ ലെവലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉള്ളൂ ഫുൾ ചാർജിലാട്ടോ പറഞ്ഞു. 50 to 60 ആ ലെവലിൽ ഫുൾ ചാർജ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താ ഉള്ളൂ ഈ വണ്ടീൻ്റെ കറക്റ്റ് സ്പീഡും കാര്യം അതേമാതിരി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റ് കിലോമീറ്റർ കിട്ടുള്ളൂ. അത് ഞാൻ വീണ്ടും പറയാം. അല്ലാണ്ട് ചുമ്മാ പോയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ 100 കിലോമീറ്റർ കിട്ടും അത് മതി പറഞ്ഞിട്ട് വീഡിയോ കട്ട് ചെയ്ത് പോകും. എന്നിട്ട് നിങ്ങൾ എന്താ വണ്ടി പോയി എടുത്തിട്ട് എന്നെ വന്നിട്ട് ഒരിക്കലും തെറി വിളിക്കാൻ നിൽക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പറയണുള്ളൂ. മീൻസ് എനിക്ക് ഈ ഒരു സംഭവം വണ്ടി യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ തോന്നി, അതുപോലെ എത്ര കിലോമീറ്റർ കിട്ടി, എല്ലാ കാര്യം അങ്ങനെയാണ് ഞാൻ പറയണത്. അല്ലാണ്ട് എന്താ പറയുക കമ്പനി പറഞ്ഞ അതേ അതിൻ്റെ PDF മാരുടെ സംഭവം ഉണ്ടല്ലോ ഈ വണ്ടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ആ സംഭവം നോക്കിയിട്ട് അത് വായിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഒന്നുമല്ല പറയുക. ഞാൻ ആ സംഭവം മീൻസ് കമ്പനി പറഞ്ഞൊരു സംഭവം ഞാൻ നോക്കിയിട്ട് ചെയ്യാം. എന്താ പറയുക ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് കിട്ടി, ഇത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അതേമാതിരി ഇതിന് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേറെ ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെ കുഴപ്പങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കി എന്തൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയണം, ഫസ്റ്റ് ടൈമായിട്ട് ഗിയർലെസ് ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അതാ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പോ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലോക്കിലൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും നൈസാകാരം സുഖകാരം സംഭവം യൂസ് ചെയ്യാം. ബ്രേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ സ്പീഡ് പോകേണ്ട ടൈമിൽ നിങ്ങൾക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതാ ഇതിൻ്റെ ബ്രേക്ക് പറഞ്ഞാൽ നല്ല പവറാണ്. നമ്മൾ ഗിയർലെസ് പിടിക്കുന്ന മാതിരി ഫുള്ള് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതാ ചെറുങ്ങനെ പ്രസ് ചെയ്താൽ വണ്ടി നിൽക്കും. ഓക്കെ, ചെറിയ രീതിയിൽ പ്രസ് ചെയ്താൽ മാത്രം മതി വണ്ടി നിൽക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജും കാര്യങ്ങളും ഈ വണ്ടിക്ക് ഉണ്ട് മറ്റുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ്. പക്ഷേ ഈ നമ്മൾ ഗിയർലെസ് ഓടിച്ചിട്ട് എന്താ പറയുക പെട്രോൾ അങ്ങനത്തെ വണ്ടികളുണ്ടല്ലോ ആ ഇലക്ട്രിക് അല്ലാത്ത ഗിയർലെസ് വണ്ടികൾ ഓടിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ആക്സിലേറ്റർ ഉണ്ടല്ലോ ഇതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തതിന് ശേഷം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇതാ വണ്ടി നിൽക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണ്ട. മീൻസ് നമ്മൾ ഈ ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ എന്താക്കുക ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതാ വിട്ട് കഴിഞ്ഞാൽ വണ്ടി നിന്ന് കണ്ടില്ലേ വണ്ടി നിന്ന്. അപ്പോൾ എന്താ പറയുക ബ്ലോക്ക് എന്നൊക്കെയാണെങ്കിൽ ഇതാ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ആക്സിലേറ്റർ വിട്ടാൽ മാത്രം മതി. ബ്രേക്കോ കാര്യമൊന്നും ഉണ്ടാക്കണ്ട, പ്രസ് ചെയ്യണ്ട. അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് എന്താ പറയുക ചെറിയൊരു എന്താ പറയുക മറ്റുള്ള വണ്ടികളെ പോലെയല്ല അതിൻ്റെ ബ്രേക്ക്. ഒന്ന് പിടിച്ചിട്ട് എന്താ പറയുക ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ മാത്രം മതി. ഫുള്ളായിട്ട് പിടിച്ചേക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ആക്കി കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് പിടിച്ചാൽ മതി, വണ്ടി എന്താ പറയാണ്ട് നിൽക്കും. മനസ്സിലായോ? മീൻസ് മറ്റുള്ള വണ്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിൽക്കണ വരെ പിടിക്കണ്ട. ഈ സംഭവം പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ പോണേൻ്റെ ഇടയിൽ നമ്മൾ ആക്സിലേറ്റർ വിടുന്നതും അതുപോലെ ഈ ബ്രേക്കും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക ഫുള്ള് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ബാഡായിട്ട് എന്താ പറയുക എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ എന്താ പറയുക രണ്ട് സെക്ഷൻ ആക്കിയിട്ടല്ല പറയണേ. എനിക്കിതിന് ഫീൽ ചെയ്ത കാര്യം ഞാൻ നേരെ ഓപ്പണായിട്ട് പറയുകയാണ്. ഇതിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ഈ വണ്ടിയിൽ എന്താ ബാഡായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി പോകുന്ന ടൈമിൽ നമ്മൾ ഈ ചെറിയ കുണ്ടും കുഴിയും ഒക്കെ ചാടൂലേ അത് നല്ല അറിയുന്നുണ്ട് കയ്യിന്. എന്താ ഇതിൻ്റെ ഫോർക്ക് ഈ രണ്ട് വണ്ടി ഉണ്ട്. ഈ രണ്ട് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതങ്ങനത്തെ ചെറിയ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ കൈ അറിയുന്നുണ്ട്. മീൻസ് മറ്റുള്ള വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുണ്ടും കുഴിയും ചാടാൻ നമുക്ക് എന്താ പറയുക കൈ നമുക്ക് വലിയ ഫീൽ ചെയ്യില്ല മേലോട്ട്. ഇത് നല്ല രീതിയിൽ എന്താ പറയുക നമ്മളെ കൈ നല്ല രീതിയിൽ എന്താ പറയുക അറിയുന്നുണ്ട്. അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്ത്. അല്ലാണ്ട് ബാഡായിട്ട് ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി യൂസ് ചെയ്യണ മാതിരി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ഇനിയിപ്പോൾ ഞാനത് ഇതിൽ പറഞ്ഞിട്ട് എന്താ പറയുക വലിയ സംഭവം ആക്കേണ്ട ഒരാവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം എന്താക്കാൻ പറ്റുള്ളൂ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് നമുക്കിപ്പോൾ പെട്രോൾ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേയും പോകേണ്ടി വന്നാൽ നമുക്ക് പെട്രോൾ അടിച്ചാൽ മതി. പക്ഷേ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് പക്ക എന്താക്കണം ചാർജ് ഉണ്ടാവണം. അതുപോലെ ചാർജ് ആവാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഒരു 4 മണിക്കൂർ അത്രയൊക്കെ എന്താ പറയുക കുറച്ച് കുഴപ്പമില്ലാത്ത ടൈമും കാര്യം ചാർജിങ്ങിലും ഇതിനെടുക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പെട്ടെന്ന് ചാർജ് ആവും ഫസ്റ്റത്തെ കുറച്ച് ശതമാനം. പിന്നെയാണ് ഈ ഒരു ഇത് വരുള്ളൂ നല്ല ടൈറ്റ് വരുള്ളൂ. നമ്മൾ ഈ ഐഫോണൊക്കെ ചാർജ് ആവില്ലേ ഐഫോണൊക്കെ ചാർജ് ആവുന്ന മാതിരിയാണ് ഈ ഒരു വണ്ടി ചാർജ് ആവുക. ഫസ്റ്റ് 80% വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്ടെന്നാവും. പിന്നെ മെല്ലെ ഇങ്ങനെ ചാർജ് ആവും. അങ്ങനെയൊക്കെയാണ്.
പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇത് ഉപയോഗിച്ചിട്ട് ഇതിന് എന്താ കംപ്ലൈൻറ്റോ കാര്യമോ കിട്ടിയെന്ന് വെച്ചില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആട്ടോ. മറ്റുള്ള വണ്ടികൾ വെച്ച് ഞാൻ വീണ്ടും പറയാണ്, മറ്റുള്ള ഇലക്ട്രിക് വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യണം എന്താവും നല്ലതാവും. മറ്റുള്ള വണ്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കൂടുതലാണ്, പോണ വഴിക്ക് നിൽക്കുക, നമ്മൾ ഓടിക്കൊണ്ട് നിൽക്കുന്ന ടൈമിലൊക്കെ വണ്ടി ചിലപ്പോൾ നിൽക്കും. അങ്ങനത്തെ കുഴപ്പമോ കാര്യമോ ഒന്നും ഈ ഒരു വണ്ടിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ നോക്കണോലാണെങ്കിൽ അവർക്ക് ഈ ഒരു വണ്ടി എപ്പോഴും എന്താ വേർത്താണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡെലിവറിക്ക് പോകണോലാണ്, അല്ലെങ്കിൽ ഡെയിലി വർക്കിന് പോകണോലൊക്കെ ഉണ്ടാവില്ല. മീൻസ് എന്താ പറയുക, ഒരു ഡെയിലി ഒരു 80 കിലോമീറ്റർ 80 കിലോമീറ്റർ അത്രയൊക്കെ ഓടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി പക്ക എന്താ പറയുക ഓക്കെ. കാരണം പെട്രോളിൻ്റെ ചിലവും നമ്മളെ ഈ ഇലക്ട്രിസിറ്റീൻ്റെ ബില്ലും KCBൻ്റെ ബില്ലും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുറേ ലാഭം കാര്യമൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിക്ക് ഫസ്റ്റ് വലിയ വാറണ്ടി തരും, ഫസ്റ്റ് 2 കൊല്ലം 1 കൊല്ലം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണേ ഇതിൻ്റെ ബാറ്ററിൻ്റെ ഇത് എന്താക്കാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ പൈസ പേയ്മെൻറ്റും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ബാറ്ററിൻ്റെ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ബാറ്ററീൻ്റെ കാര്യമാണ്, എല്ലാ വാറണ്ടിയും കാര്യമില്ല, നമുക്ക് ഉറപ്പൊക്കെ ഉണ്ട് കേടില്ല എന്ന്. പക്ഷേ ഇൻ കേസ് എന്താ പറയുക വാറണ്ടി എടുത്ത് വെക്കുന്നതാവും ഏറ്റവും നല്ലത്. ഓക്കെ. ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണാമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു കാര്യമുണ്ട്, ഇൻ കേസ് നിങ്ങൾക്ക് ഈ വണ്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യം എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ അടുത്തത് ഏത് വണ്ടിയാണ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ മൈലേജ് ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താക്കുക താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ആ വണ്ടി എന്താക്കും കൊണ്ടുവരാൻ ഞാൻ നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡൗട്ടോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ചോദിച്ചോ, താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഗൈസ്.